അതുപോലെ തന്നെ ഈ എഫറസൈസ്, അതുപോലെ തന്നെ സാധാരണ ഒരു രക്തദാനം, അത് രണ്ടും തമ്മിലുള്ള വ്യത്യാസം അതെന്താണ്? ഓക്കെ, നമ്മുടെ സാധാരണ രക്തദാന ഡൊണേഷൻ നമ്മുടെ ഡോണറിൻ്റെ കയ്യിൽ നിന്ന് നമ്മളൊരു 350 ml 450 ml മാത്രം നമ്മൾ എടുക്കുന്നു. അതിന്ന് നമുക്ക് കിട്ടുന്ന ഘടകങ്ങളും നമ്മൾ നമുക്ക് കുറവാണ്. അത് കാരണം ഇപ്പോൾ അതിന്ന് നമ്മൾ ഉണ്ടാക്കുന്ന പ്ലേറ്റ്ലെറ്റ് ഒരു 50 ml ആയിരിക്കും. അത് നമ്മളൊരു രോഗിക്ക് കൊടുക്കുമ്പോൾ 5000 തൊട്ട് 10,000 വരെയാണ് നമ്മുടെ കൗണ്ട് കൂടുന്നത്. അതേസമയം എഫറസിസിൽ നമുക്ക് ആവശ്യമുള്ള ഘടകം മാത്രം 250 ml വരെ കളക്ട് ചെയ്യാം. അത് കാരണം നമുക്ക് പേഷ്യൻറ്റിന് കൊടുക്കുമ്പോൾ നമുക്കൊരു 35,000 തൊട്ട് 50,000 വരെയാണ് കൗണ്ട് കൂടുന്നത്. ഇതാണ് ഇതിൻ്റെ അഡ്വാൻറ്റേജ്. നമുക്ക് ഫുൾ എഫക്റ്റീവ് ഹൈ കോൺസെൻട്രേറ്റഡ് ആയിട്ടുള്ള നമ്മുടെ മരുന്ന് ഫുൾ ഡോസിൽ നമുക്ക് പേഷ്യൻറ്റിന് കൊടുക്കാൻ പറ്റുന്നു. പിന്നെ നമ്മുടെ ഡോണറിൻ്റെ റിക്വയർമെൻറ്റ്സ് എന്ന് വെച്ചാൽ 18-നും 60 വയസ്സിനും ഇടയ്ക്കായിരിക്കണം, 50 കിലോയിൽ കൂടുതൽ ഉണ്ടായിരിക്കണം, ഒരു പ്രാവശ്യമെങ്കിലും നേരത്തെ ഒരു സാധാരണ ഡൊണേഷൻ ചെയ്തിട്ടുണ്ടായിരിക്കണം. ഇപ്പോൾ ആസ്പിരിൻ എന്തെങ്കിലും കഴിക്കുന്ന ഡോണർ ആണെങ്കിൽ നമ്മൾ ആസ്പിരിൻ നിർത്തിയിട്ട് 72 മണിക്കൂറിന് ശേഷം മാത്രമേ നമുക്ക് രക്തമെടുക്കാൻ പറ്റുകയുള്ളൂ. പിന്നെ നല്ല വെയിൻ നല്ല പേറ്റൻ്റ് ആയിരിക്കണം. എന്ന് വെച്ചാൽ നമ്മൾ ഡ്രോയും റിട്ടേണും എല്ലാം നമ്മൾ മെഷീനിൽ കണക്ട് ചെയ്യുന്നതായതുകൊണ്ട് വളരെ ഈസി ആയിട്ട് കിട്ടാൻ വേണ്ടി നമുക്ക് നല്ല വെയിൻ നോക്കും. അതുപോലെ തന്നെ പ്ലേറ്റ്ലെറ്റിൻ്റെ കൗണ്ട് നമ്മൾ നിർണ്ണയിക്കും. അത് 1.5 ലക്ഷത്തിന് മുകളിൽ വേണം നമ്മൾ പ്രൊസീജിയർ ചെയ്യുന്നതുകൊണ്ട്. ബാക്കി നമ്മൾ 5 ടെസ്റ്റുകൾ നമ്മൾ രക്തത്തിലൂടെ പകരുന്ന ഇൻഫെക്ഷൻ ടെസ്റ്റിങ് നമ്മൾ ടെസ്റ്റ് ചെയ്തിട്ടാണ് നമ്മൾ ഡോണറിനെ സെലക്ട് ചെയ്യുന്നത്. ഒരു പ്ലേറ്റ്ലെറ്റ് ഫെറസിസ് ഡൊണേറ്റ് ചെയ്താൽ ഡോണറിന് 48 മണിക്കൂറിന് ശേഷം വീണ്ടും അടുത്ത രക്തം ഡൊണേറ്റ് ചെയ്യും. പക്ഷെ നമ്മുടെ ഹോൾ ബ്ലഡ് ആണെങ്കിൽ നമുക്ക് 3 മാസം, പുരുഷന്മാർക്ക് 3 മാസവും സ്ത്രീകൾക്ക് 4 മാസം കഴിഞ്ഞ് നമുക്ക് ഡൊണേറ്റ് ചെയ്യാൻ പറ്റുകയുള്ളൂ. ആഴ്ചയിൽ 2 പ്രൊസീജിയറും ഒരു വർഷത്തിൽ 24 പ്രൊസീജിയറുമാണ് നമുക്ക് പ്ലേറ്റ്ലെറ്റ് ഫെറസിസിൽ നമുക്ക് ചെയ്യാൻ പറ്റുന്നത്. ഇതുപോലെ തന്നെ നമുക്ക് പ്ലാസ്മയും കളക്ട് ചെയ്യാം. നമ്മൾ കണ്ടു കോവിഡ് സമയത്ത് കോവിഡ് വന്ന് മാറിയ രോഗികളിൽ നിന്ന് നമ്മൾ ഹൈ ടൈറ്ററായിട്ടുള്ള കോവിഡ് എടുത്തു. സിവിയർ കോവിഡ് ഡിസീസുള്ള പേഷ്യൻസിൽ നമുക്ക് ട്രീറ്റ് ചെയ്യാൻ വേണ്ടി പ്രതിരോധിക്കാൻ വേണ്ടി നമ്മൾ ഉപയോഗിച്ചിരുന്നു. അപ്പോൾ അതിൽ നമ്മൾ പ്രോട്ടീൻ ലെവൽസൊക്കെ നോക്കും. പിന്നെ എല്ലാ 4 ആഴ്ചയും കൂടുമ്പോഴാണ് ഡൊണേറ്റ് ചെയ്യുന്നതെങ്കിൽ ഇമ്മ്യൂണോഗ്ലോബുലിൻ ലെവൽസ് എല്ലാം നമ്മൾ നോക്കി നോർമലാണോ ചെക്ക് ചെയ്തിട്ടാണ് ഡൊണേറ്റ് ചെയ്യുന്നത്.